മരണം വന്നെത്തിക്കഴിഞ്ഞാൽ ഒരു മൈക്രോ സെക്കൻഡ് സമയം പോലും അള്ളാഹുവിന്റെ നിശ്ചയത്തിൽ നിന്നും മാറുന്നതല്ല. അങ്ങനെ അതാ മനോഹരമായ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി, പച്ചപ്പ് കാണുന്നതിന് വേണ്ടി, തേയിലത്തോട്ടങ്ങളെ കാണുന്നതിന് വേണ്ടി, ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്യുന്നതിന് വേണ്ടി, അതാ മനസ്സൊക്കെ ഒന്ന് കുളിരണിയിക്കുന്നതിന് വേണ്ടി ആ 13 വരുന്ന മലപ്പുറം ജില്ലയിലെ ആ സ്കൂളിൽ നിന്ന് അധ്യാപകരതാ വാൽപ്പാറ എന്ന് പറയുന്ന ആ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകുമ്പോ അതാ 5:15 13ാമത്തെ ഹെയർപിൻ വളവ് കിടക്കുമ്പോ അതാ വണ്ടി നിയന്ത്രണം വിട്ടതാ 9ാമത്തെ വളവിലേക്ക് അതാ തകർന്ന് തരിപ്പണമായി 9ാമത്തെ ഹെയർപിന്നിലേക്ക് പതിക്കുകയല്ലേ. ആ സ്പോട്ടിൽ തന്നെ 9 പേര് മരണമടഞ്ഞില്ലേ. സുബ്ഹാനല്ലാഹ്. കേരളം ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും വലിയ അപകടമല്ലേ എന്റെ പ്രിയമുള്ളവരെ. 9 ആംബുലൻസുകളതാ നിരനിരയായി അവരുടെ ജനാസയുമായി ഇങ്ങനെ പോകുമ്പോ അതാ ഒലിക്കാത്ത കണ്ണുനീരുകളുണ്ടോ, തുടിക്കാത്ത ഹൃദയാന്തരങ്ങളുണ്ടോ? ഇതൊന്നും കണ്ടിട്ടും നമ്മൾക്ക് ചിന്ത വരുന്നില്ല. നാളെ ഇതുപോലെ എന്റെ ജനാസയും ചുമന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പോകുമെന്നുള്ള ചിന്ത നമുക്ക് വരുന്നില്ല. അങ്ങനെയുള്ളവരോട് അതാ കവി അവിടെ നിന്ന് പറയുകയാണ്, കുല്ലും റഇമ്മോ സബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. സന്തോഷത്തോടുകൂടി നീ ചിരിച്ചു കളിച്ച് നടക്കുമ്പോൾ, ആനന്ദത്തോടുകൂടി നിന്റെ ഭാര്യനോടൊപ്പം, നിന്റെ മാതാപിതാക്കളോടൊപ്പം, നിന്റെ കൂടപ്പിറപ്പിനോടൊപ്പം, നിന്റെ മക്കളോടൊപ്പം, നിന്റെ ഭാര്യയോടൊപ്പം നീ കളിച്ച് ചിരിച്ച് നടക്കുമ്പോൾ വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. നീ കാലിൽ ധരിക്കുന്ന നിന്റെ ചെരുപ്പുണ്ടല്ലോ, നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറിലേക്ക് നീ എന്തേ നോക്കാത്തതെന്തേ? ആ ബാറുണ്ടല്ലോ, നിന്റെ ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, ആ ബാർ നിന്റെ തൊലിയോട് എത്രമാത്രം ചേർന്ന് കിടക്കുന്നുണ്ടോ അതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ